വെള്ളിയാമറ്റത്തെ അവാർഡ് ജേതാവായ 15-കാരനായ കർഷകൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിലൂടെ നമ്മയൊക്കെ വേദനിപ്പിക്കുകയാണ്. എന്നാൽ ഈ കർഷകന് ആശ്വാസമായി സഹായ പെരുമഴ എത്തുകയാണ്. 13 പശുക്കൾ മരച്ചീനി കാലിത്തീറ്റയായി കഴിച്ച് ചത്തൊടുങ്ങിയതിന് തൊട്ടു പിന്നാലെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പിന്തുണയും ആശ്വാസ വാക്കുകളുമാണ് മാത്യു എന്ന ഈ കുട്ടി കർഷകനെ തേടിയെത്തുന്നത്. ചലച്ചിത്ര നടൻ ജയറാം, മമ്മൂട്ടി, പൃഥ്വിരാജ്, കൂടാതെ വ്യവസായ പ്രമുഖൻ യൂസഫ് അലി ഇവരൊക്കെയാണ് കർഷകനെ സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത്. സിനിമാ നടൻ ജയറാം സ്ഥലത്തെത്തി 5 ലക്ഷം രൂപയുടെ ചെക്ക് കുടുംബത്തിന് കൈമാറി. നടൻ മമ്മൂട്ടി 1 ലക്ഷം രൂപയും പൃഥ്വിരാജ് 2 ലക്ഷം രൂപയും നൽകും. ലുലു ഗ്രൂപ്പ് 5 ലക്ഷം രൂപയും മിൽമ 45,000 രൂപയും കുടുംബത്തിന് നൽകും. കേരള ഫീഡ്സ് കർഷകന് 1 മാസത്തേക്കുള്ള കാലിത്തീറ്റയാണ് ആശ്വാസമായി നൽകുന്നത്. കർഷകന് ആശ്വാസമായി നടൻ ജയറാം എത്തുമ്പോൾ ആ കുട്ടി കർഷകനിൽ ജയറാം കാണുന്നത് തന്നെയാണ്. ഇവർ അനുഭവിച്ച വിഷമം 6 വർഷം മുൻപ് താൻ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് ജയറാമിന്റെ വാക്കുകൾ. ജയറാമിന്റെ ഫാമിൽ ഉണ്ടായിരുന്ന സമയത്താണ് പെട്ടെന്നൊരു കിടാവ് നിലത്ത് വീണ് വയറ് വീർത്ത് ചത്തു. കാരണം മനസ്സിലായില്ല. പശുക്കളെ മേയാൻ വിട്ട് ഭക്ഷണം കണ്ടെത്തുന്ന സമ്പ്രദായമാണ് അവിടെ അനുവർത്തിച്ചു വന്നിരുന്നത്. അന്ന് വൈകുന്നേരത്തിനുള്ളിൽ 22 പശുക്കളാണ് ഒരേ രീതിയിൽ ചത്തു വീണത്. ഇത് പുല്ലിൽ നിന്നോ ഇലയിൽ നിന്നോ വരുന്ന വിഷാംശമാണ് എന്നാണ് അന്ന് പറഞ്ഞത്. എറണാകുളത്ത് നിന്ന് ഡോക്ടർമാർ പറഞ്ഞ് സംസാരിക്കുമ്പോഴും വിഷാംശം എന്ന് പറഞ്ഞതല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. തന്റെ വീട്ടിലെ പശുക്കളെ ആരെങ്കിലും കാശ് കൊടുത്ത് വാങ്ങിയതല്ല, താനും ഭാര്യയും മക്കളും പോയി നോക്കി വാങ്ങിയതാണ്. അവരെ JCB ഇട്ട് മൂടുന്ന സമയത്തായിരിക്കും തങ്ങൾ ഏറ്റവും കൂടുതൽ കരഞ്ഞത് എന്നും ജയറാം പറയുന്നു. ഇപ്പോൾ ഈ മക്കളുടെ കാര്യം കേട്ടപ്പോൾ മുതൽ ഇത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗിരിയിൽ പശുവിനെ വാങ്ങാൻ കൂടെ ചെല്ലാമെന്നും ജയറാം വാക്ക് നൽകി. കാലിത്തൊഴുത്ത് കൊണ്ട് നടക്കുന്ന ആളാണ് ജയറാം. 2005-ലും 2012-ലും കേരള സർക്കാരിന്റെ ക്ഷീര കർഷകനുള്ള പുരസ്കാരം ജയറാമിന് ലഭിച്ചിട്ടുണ്ട്. ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ഫാമിലാണ് ജയറാം ഭൂരിഭാഗവും ചിലവഴിക്കാറുള്ളത്. ജയറാമിന്റെ 24ഓളം പശുക്കളാണ് ഒരു ദിവസം ഏതാനും സമയത്തിനുള്ളിൽ ചത്തുപോയത്. അബ്രഹാം ഓസ്ലർ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യാനിരുന്നത് പൃഥ്വിരാജ് ആയിരുന്നു. ആ പരിപാടി മാറ്റിയാൽ ഒരു 5 ലക്ഷം രൂപ മാറ്റിവെക്കാനാകും എന്ന് ജയറാമിന്റെ മനസ്സിലൊരു ആശയം ഉണ്ടാവുകയായിരുന്നു. ആ തുക ഉപയോഗിച്ച് ഈ കുട്ടികൾക്ക് ഒരു 10 പശുവിനെങ്കിലും മേടിക്കാൻ സാധിച്ചാൽ അത് വലിയ കാര്യമാണ് എന്ന് മനസ്സിലാക്കി. ആ തുക കൈമാറാനാണ് ജയറാം മാത്യുവിന്റെ വീട്ടിലെത്തിയത്. ഇവിടെ തന്നെ ഒരു 100 പശുക്കളെ വളർത്താനുള്ള തൊഴുത്ത് ദൈവം ഉണ്ടാക്കി തരുമെന്നും ജയറാമിന്റെ വാക്കുകൾ. കൂടാതെ ജയറാം നൽകിയ ഉപദേശങ്ങളും മാത്യു വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. കൃഷ്ണഗിരിക്ക് വരികയാണെങ്കിൽ താനും കൂടെ വരാം. താൻ അവിടെ നിന്നാണ് പശുക്കളെ എടുക്കുന്നത്. ഇവിടെ 70,000 രൂപ വരുന്ന HF പശുവിനെ അവിടെ 40,000 രൂപയ്ക്ക് കിട്ടുമെന്നായിരുന്നു ജയറാമിന്റെ വാക്കുകൾ. തുടർന്ന് ചെക്കും കൈമാറിയ ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. ഇതോടൊപ്പം മാത്യുവിന് സാന്ത്വനവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയും രംഗത്തെത്തി. മാത്യുവിന്റെ കുടുംബത്തിന് 10 പശുക്കളെ വാങ്ങാനുള്ള തുകയാണ് യൂസഫ് അലി കൈമാറിയത്. മാത്യുവിന്റെ 13 പശുക്കൾ ഭക്ഷ്യവിഷബാധയേറ്റ് ഒരുമിച്ച് ചത്ത സംഭവം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതിന് പിന്നാലെയാണ് യൂസഫ് അലിയുടെ ഇടപെടൽ ഉണ്ടായത്. 10 പശുക്കളെ വാങ്ങി നൽകാനുള്ള തുകയായ 5 ലക്ഷം മാത്യുവിന്റെ കുടുംബത്തിന് അടിയന്തരമായി കൈമാറാൻ യൂസഫ് അലി നിർദ്ദേശിക്കുകയായിരുന്നു. യൂസഫ് അലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് പ്രതിനിധികളായ രജിത് രാധാകൃഷ്ണൻ, VR പീതാംബരൻ, NB സ്വരാജ് എന്നിവർ വെള്ളിയാമറ്റത്തെ മാത്യുവിന്റെ വീട്ടിലെത്തി കുടുംബത്തിന് തുക കൈമാറി. ഇൻഷുറൻസ് പരിരക്ഷയുടെ 5 പശുക്കളെ നൽകുമെന്ന് മന്ത്രി J ചിഞ്ചുറാണിയും പറഞ്ഞു. കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്നത് സംബന്ധിച്ച ആവശ്യം മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പൃഥ്വിരാജ് 2 ലക്ഷം രൂപയും മമ്മൂട്ടി 1 ലക്ഷം രൂപയും സഹായം വാഗ്ദാനം ചെയ്തതായി മാത്യുവിനെ ജയറാം അറിയിക്കുകയും ചെയ്തു. പശുവും കിടാവും മൂരിയും ഉൾപ്പെടെ 13 കന്നുകാലികളാണ് ഭക്ഷ്യവിഷബാധ മൂലം ചത്തത്. മാത്യുവും അമ്മ ഷൈനിയും ചേട്ടൻ ജോർജും അനുജത്തി റോസ്മേരിയും ഉൾപ്പെട്ട കുടുംബത്തിന്റെ ഏക ഉപജീവന മാർഗമായിരുന്നു ഈ കന്നുകാലികൾ. എന്തായാലും ഇത്തരം ഒരു ദുരന്തം പെട്ടെന്ന് ആകസ്മികമായി ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഈ കുട്ടി കർഷകനെ സഹായിക്കാൻ ഇത്രയധികം സുമനസ്സുകൾ ഉണ്ടായതിനെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.